കോഴിക്കോട്ട് എം കെ രാഘവനെ തടയിടാൻ പുതിയ തന്ത്രവുമൊക്കെയായിട്ട് LDF ഇറങ്ങിയിരിക്കുകയാണ്. രാഘവനെ പ്രത്യേകിച്ച് രാഘവേട്ടൻ എന്നാണ് വിളിക്കുന്നത്. പൊതുവെ ആ വിളിക്ക് കരീംക എന്ന മറുവിളിയാണ് പ്രചാരണ ബോർഡുകളിൽ നിറയുന്നത്. ജനങ്ങൾ സ്നേഹത്തോടെ നൽകിയ പേരെന്ന് എളമരം കരീം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. TP കേസിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യാതൊരു സ്ഥാനമില്ലെന്നും എളമരം കരീം. കോഴിക്കോട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി എളമരം കരീം രാവിലെ മുതൽ തന്നെ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. നഗരത്തിലെ വീടുകളിൽ കയറി വോട്ട് തേടുകയാണ് അദ്ദേഹം. ആദ്യ പ്രതികരണം എങ്ങനെയുണ്ട്? നല്ല പ്രതികരണമാണ്. ജനങ്ങൾ നന്നായി പ്രതികരിക്കുന്നു. കോഴിക്കോടിൻ്റെ ഒരു പാരമ്പര്യത്തിനനുസരിച്ച് പാർലമെൻറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിനിധി വേണമെന്നാണ് കോഴിക്കോട്ടുകാരുടെ ഒരു പൊതുചിന്ത. പ്രചരണ ബോർഡുകളായാലും എഴുത്തുകളായാലും എല്ലാത്തിലും എളമരം കരീംക എന്നാണ്. പുതിയൊരു രീതിയാണ്. എന്താണ് അതിന് കാരണം? അത് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേര് അവർ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതൊരു വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ പ്രായമൊക്കെ കണക്കിലെടുത്ത് ചെറിയ പ്രായമുള്ളവർ കരീംക എന്ന് വിളിക്കും. നിലവിലെ സിറ്റിംഗ് MP എവിടെ പോയി കഴിഞ്ഞാലും രാഘവേട്ടൻ എന്ന പേരിലാണ്. അതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? നത്തിങ്. ഒരു സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് 3 തവണയായിട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചൊക്കെ കൊണ്ടുവരുന്ന മണ്ഡലമാണല്ലോ. നിയമസഭയിൽ LDFന് മൃഗീയ ഭൂരിപക്ഷമുണ്ട്, പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ വരതിലൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതൊക്കെ അന്നത്തെ ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ, അതിന് ഓരോന്ന്. ഇപ്പോഴത്തെ സാഹചര്യം പൊതുവിൽ LDFന് അനുകൂലമാണ്. TP കേസിൻ്റെ ഒരു അലയൊഴുകൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുമോ? ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണിത്. ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയിൽ ഒരു കേസൊന്നുമല്ല ചർച്ചാ വിഷയം. ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയമാണ്. വലത് കുതിപ്പ് ഇത്തവണ അവസാനിപ്പിക്കും. തീർച്ചയായിട്ടും. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എളമരം കരീമിൻ്റെ പ്രചാരണം ആദ്യഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. MK രാഘവൻ്റെ കോൺഗ്രസിൻ്റെ UDFൻ്റെ മണ്ഡലത്തിലെ വിജയക്കുതിപ്പ് ഇത്തവണ അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.